എന്താണ് ഗ്രേറ്റർ ഇസ്രായേൽ? ബൈബിൾ അടിസ്ഥാനമാക്കിയുള്ള വിപുലമായ അതിർത്തികളോടുകൂടിയ ഒരു ചരിത്ര സങ്കല്പ പ്രദേശമാണ് ഗ്രേറ്റർ ഇസ്രായേൽ. വ്യക്തമാക്കി പറഞ്ഞാൽ ഇന്നത്തെ ഫലസ്തീൻ, ജോർദൻ, ലബനോൻ, സിറിയ, ഈജിപ്ത് മുതൽ ഇറാഖ്, സൗദി അറേബ്യ വരെ ഉൾപ്പെടുന്ന ഒരു വിശാല ഇസ്രായേൽ പ്രദേശം. 1967 6 ദിന യുദ്ധത്തിന് ശേഷം കിഴക്കൻ ജെറുസലേം, വെസ്റ്റ് ബാങ്ക്, ഗസ, സീനാ മരുഭൂമി, ഗോലാൻ കുന്നുകൾ എന്നിവ കീഴടക്കിയതോടെയാണ് ഈ ആശയം കൂടുതൽ രാഷ്ട്രീയ പ്രചാരം നേടുന്നത്. ഇസ്രായേലിലെ വലതുപക്ഷ രാഷ്ട്രീയ നേതാക്കളും തീവ്ര വലതുപക്ഷ സംഘങ്ങളും ഈ പ്രദേശങ്ങൾ പിടിച്ചെടുക്കാനോ നിയന്ത്രണത്തിലാക്കാനോ ഉള്ള ആഗ്രഹം എപ്പോഴും പങ്കുവെക്കാറുമുണ്ട്. i24 ന്യൂസ് അഭിമുഖത്തിനിടെ അവതാരകൻ ഷാരോൺ ഗാൽ നെതന്യാഹുവിന് വാഗ്ദത്ത ഇസ്രായേലിന്റെ ഭൂപടമടങ്ങിയ ഒരു മന്ത്രത്തകിട് സമ്മാനിച്ചിരുന്നു. തുടർന്ന് ഈ ഗ്രേറ്റർ ഇസ്രായേൽ ആശയത്തോട് താദാത്മ്യം തോന്നുന്നുണ്ടോ എന്നും അവതാരകൻ ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യത്തിനുള്ള മറുപടിയിലായിരുന്നു താൻ മാനസികമായി വളരെ അടുത്തു നിൽക്കുന്ന ഒരാശയമാണ് ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് നെതന്യാഹു വ്യക്തമാക്കിയത്. ആ മന്ത്രത്തകിട് അഭിമുഖത്തിൽ നേരെ കാണിക്കുന്നില്ല എങ്കിലും വിശാല ഇസ്രായേൽ അധിനിവേശ സ്വപ്നങ്ങളുടെ തുടർച്ചയാണ് ഗ്രേറ്റർ ഇസ്രായേൽ എന്ന കാര്യം വ്യക്തമാണ്. എന്ന് മാത്രവുമല്ല, താൻ ചരിത്രപരവും ആത്മീയവുമായ ഒരു ദൌത്യത്തിലാണ് എന്ന് ഇതേ അഭിമുഖത്തിൽ തന്നെ നെതന്യാഹു പറയുന്നുമുണ്ട്. നെതന്യാഹു സർക്കാരിലെ തന്നെയുള്ള തീവ്ര വലതുപക്ഷ നേതാക്കൾ ഗ്രേറ്റർ ഇസ്രായേൽ സ്വപ്നങ്ങൾ പലതവണ ആവർത്തിച്ച് പരസ്യമായി പ്രഖ്യാപിച്ചതാണ്. പ്രത്യേകിച്ചും ബെസലേൽ സ്മോട്രിച്ചിനെയും ഇറ്റാമർ ബെൻഗുവറിനെയും പോലെയുള്ള മന്ത്രിമാർ.